ആദ്യാക്ഷരം കുറിച്ച തന്റെ സ്കൂളിലെ പ്രിയപ്പെട്ട ഗുരുനാഥ ഹൈറുനീസ ടീച്ചറെയും മറ്റും ഓർമ്മിച്ച് സ്കൂളിന് 1 ലക്ഷം തന്റെ വ്യക്തിപരമായ സമ്മാനം നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. താൻ 1ാം ക്ലാസ് മുതൽ 4 വരെ പഠിച്ച ഈ സ്കൂളിലെ പഴയകാല ഓർമ്മകൾ അയവർക്ക് സംസാരിച്ച മന്ത്രി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ മധുരമേറിയ അനുഭവമാണ് എന്നുകൂടി അനുസ്മരിച്ചു. ഞാൻ ആദ്യാക്ഷരം കുറിച്ച ഈ വിദ്യാലയത്തിൽ 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ആധുനിക മുഖച്ഛായയുള്ള ഒരു പുതിയ കെട്ടിടം കുട്ടികൾക്കായി സമർപ്പിക്കാൻ ഇവിടെ വരാൻ സാധിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സസ്നേഹം അറിയുകയാണ്. 135 വർഷങ്ങൾ പഴക്കമുള്ള ഈ വിദ്യാലയ മുത്തശ്ശിയുടെ സന്താനങ്ങളാണ് ഇന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ജീവിതത്തിൻ്റെ വിവിധ കർമ്മ മേഖലകളിലേക്ക് പടികയറിപ്പോയ നിരവധി വ്യക്തികൾ പഠിച്ചിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. അന്ന് ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഈ ഗ്രാമപ്രദേശം, പ്രത്യേകിച്ച് മേത്തല പഞ്ചായത്തിലുള്ള ബഹുഭൂരിപക്ഷം കുട്ടികളും പഠിച്ചിരുന്ന ഒരു വിദ്യാലയമാണ്. അവരുടെ വിദ്യാലയ അന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ കടന്നുവരവ് ഈ വിദ്യാലയത്തിലൂടെയായിരുന്നു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളിൽ സംസ്ഥാന ബജറ്റിൽ 1.5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച ഡിജിറ്റൽ ടെലിവിഷനും ഗുണമേന്മയുള്ള ഫർണിച്ചറുകളും സജ്ജമാക്കിയ കെട്ടിടത്തിന് 6000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, ഷീല മണിക്കശ്ശേരി, കൗൺസിലർമാരായ KR ജയത്രൻ, ഗീതാ റാണി, TS സജീവൻ, EJ ഹിമേഷ്, ഹെഡ്മിസ്ട്രസ് KM മുന്താസ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു.